തിരുവനന്തപുരം മ്യൂസിയത്തിൽ പ്രഭാത നടത്തത്തിനിടെ 5 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന മറ്റ് നായകളെ പിടികൂടി ABC കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. തെരുവ് നായയെ ഭയന്ന് ഇന്ന് മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയവരുടെ എണ്ണം കുറവായിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പാലോട് നടത്തിയ പരിശോധനയിലായിരുന്നു സ്ഥിരീകരണം. 5 പേർ ഇന്നലെ മ്യൂസിയത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. ഇവർ പിന്നീട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന മറ്റു നായ്ക്കളെ ABC കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. തെരുവ് നായയെ ഭയന്ന് ഇന്ന് മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയവരുടെ എണ്ണം കുറവായിരുന്നു. ഇവിടുത്തെ ഒരു പാനിക് സിറ്റുവേഷൻ കാണണമായിരുന്നു. കംപ്ലീറ്റ് ആളുകളും ഞങ്ങളൊക്കെ ഇവിടെ കുറേ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരെല്ലാം സ്ത്രീകളെല്ലാം കൂടെ ഓടി. ഇന്ന് അവരും വന്നിട്ടില്ല, 10 ദിവസത്തേക്ക് വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവ് നായകളെ പിടികൂടി തായ്വാനിലേക്കോ നാഗാലാൻഡിലേക്കോ അയക്കണമെന്ന നിർദ്ദേശവും നടക്കാനിറങ്ങിയവർ പങ്കുവച്ചു. തായ്വാൻകാർ ഇതിനെ തിന്നും, നമ്മുടെ നാട്ടിൽ തന്നെ നാഗാലാൻഡുകാർ തിന്നും. ഇത് അങ്ങോട്ട് കയറ്റി അയച്ചു കൊടുക്കുന്നത്. തെരുവുനായ ആക്രമണത്തെ ഗൗരവത്തിലെടുത്ത് മ്യൂസിയം അധികൃതർ ഇടപെടണമെന്നും ആളുകൾ പ്രതികരിച്ചു. തെരുവുനായയുടെ കടിയേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മീഡിയ 1 തിരുവനന്തപുരം.